നമസ്കാരം. എൻ്റെ വീട്ടിൽ ഒരു നാരകച്ചെടി നിൽപ്പുണ്ട്. നാരകം നിന്നു കഴിഞ്ഞാൽ വീട് മുടിഞ്ഞു പോകുമെന്ന് ചില അയൽവാസികൾ പറയുന്നു. ഇത് എത്രമാത്രം ശരിയാണ്? നാരകം എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള നാരകങ്ങളുണ്ട്. നമുക്ക് ചെറുനാരകം, കമ്പിളി നാരകം, മാതള നാരകം, വലിയ നാരകം, കറിനാരകം എന്ന് നമ്മൾ പറയുന്ന നാരകമുണ്ട്. ഒടിച്ചുകുത്തി നാരകം എന്ന് പറയുന്ന നാരകമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ തരത്തിലാണ് നാരകത്തെ നമ്മൾ കാണുന്നത്. നാരകം വീടിന്റെ പരിസരങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ്. ചിലപ്പോൾ ചില നാരകങ്ങൾ അങ്ങനെ കായ്ക്കാറില്ലെങ്കിലും ഈ വലിയ നാരകങ്ങളൊക്കെ കായ്ച്ച് കിട്ടിയാൽ വളരെ നല്ലതാണ്. നമുക്ക് കറി വയ്ക്കാനൊക്കെ ഉപകരിക്കും, വേറെ കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ നാരകം നിന്നാൽ നാരകത്തറയായി മാറും എന്നാണ് പണ്ട് കേട്ടുകൊണ്ടിരുന്നത്. അതായത് നാരകത്തിൽ ദേവിയുടെ സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് വീട് എന്താ പറയുന്നത്, ദേവാലയം പോലെ ആയി മാറുമെന്ന്. എന്നാൽ ഇത് ചില മറ്റു മതസ്ഥർക്കോ മറ്റോ ഒക്കെ ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് അവർ വിചാരിച്ചു ഈ നാരകം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടും കൂടെ ഇനി മോശമായി മാറും. അപ്പോൾ അവർ ചിന്തിച്ചു ഈ നാരകത്തിനെ വീടുകളിലൊന്നും നിർത്തിയേക്കണ്ട, അതിനെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അവർ പറഞ്ഞു വരുത്തി നാരകം നിന്നാൽ ആ നാരകത്തറ അവിടെ നശിച്ചു പോകും എന്ന് പറഞ്ഞു. യഥാർത്ഥ ദേവതാ സാന്നിധ്യമാണ്, ദേവിയുടെ സാന്നിധ്യമാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അവിടെ ദേവി വന്നു കഴിഞ്ഞാൽ ഗുണമല്ലേ നമുക്ക് എന്തായാലും ഉണ്ടാവുള്ളൂ. അപ്പോൾ മറ്റാരൊക്കെയോ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നാണ് എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇതിൽ വേറൊരു കഥയും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നാരകം നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ നിന്നാൽ നമുക്ക് നാരങ്ങ വെച്ച് നാരങ്ങ വെള്ളം കുടിക്കാൻ പറ്റും, കറി വയ്ക്കാൻ പറ്റും, മറ്റുള്ള കാര്യമാണ്. പണ്ട് ആർക്കൊക്കെയോ തോന്നിയ ഇത്തരം വിശ്വാസങ്ങളെ ഇന്നും ചുമന്നുകൊണ്ട് നടക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലെന്നുള്ളതാണ്. നാരകം പരമാവധി നമ്മുടെ വീടിന്റെ അതിരുകളിലേക്ക് നടാൻ നമ്മൾ എപ്പോഴും പറയണം. അതിരുകളിൽ, വീടിനോട് ചേർത്ത് നടാതെ അതിരുകളിലേക്ക് നട്ടു കഴിഞ്ഞാൽ യാതൊരു ദോഷവും ഇല്ലെന്നുള്ളതാണ്. പക്ഷെ വീട്ടിന്റെ നേരെ അടുത്ത് കൊണ്ടുവന്ന് നടുന്നത് വാസ്തുപ്രകാരം അത്ര ഗുണകരമായിട്ട് കാണുന്നതല്ല. അതുകൊണ്ട് അതിരുകളിലേക്ക് മാറ്റി നടുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അല്ലാതെ ഇത് നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. നാരകത്തിൻ്റെയൊക്കെ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംഭാരത്തിലൊക്കെ ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതല്ലേ, ഗുണപരമായിട്ടുള്ള കാര്യമല്ലേ. അപ്പം അതിനെ അങ്ങനെ മോശകരമായിട്ട് ചിത്രീകരിക്കേണ്ടതില്ല.